എറണാകുളം കാക്കനാട് കെന്നഡി മുക്കിൽ തീപിടുത്തമുണ്ടായി. ആക്രി ഗോഡൌണിനാണ് തീപിടിച്ചത്. അഗ്നിശമന സേന എത്തി തീ അണയ്ക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൃശ്യങ്ങളും വിവരങ്ങളുമായി അർജുൻ മട്ടന്നൂരുണ്ട്. അർജുൻ, ഇത് കാക്കനാട് ഒരു ആക്രി ഗോഡൌണിന് തീപിടുത്തമുണ്ടായി. ഈ ആക്രി ഗോഡൌൺ എവിടെയായിട്ടാണ് നിൽക്കുന്നത്? സമീപ പ്രദേശങ്ങളിൽ താമസ സ്ഥലം ഉണ്ടോ? ജനവാസ കേന്ദ്രമാണോ ഈ പ്രദേശം? സ്മൃതി, ജനവാസ മേഖലയിൽ തന്നെയാണ് തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. ഈ ആക്രി സാധനങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന ഗോഡൌണിനുള്ളിലാണ് വലിയ തോതിലുള്ള തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ 3 യൂണിറ്റ് ഫയർഫോഴ്സ് അവിടെ എത്തി തീയടക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. പാലാരിവട്ടത്തിനടുത്ത് ഈ പാലാരിവട്ടം കാക്കനാട് റൂട്ടിൽ വാഴക്കാലക്ക് സമീപത്തായി കെന്നഡി മുക്കിലാണ് ഈ സംഭവം ഉണ്ടായത്. ഏതാണ്ട് 3/4 മണിക്കൂറോളമായി അവിടെ തീപിടുത്തം ഉണ്ടായിട്ടുണ്ട്. വലിയ തോതിൽ പുക ഉയരുന്നുണ്ട്. സമീപത്തൊക്കെ തന്നെ വലിയ ഫ്ളാറ്റുകളും മറ്റുമുണ്ട്. ഈ ഫ്ളാറ്റുകളുടെ ഉയരത്തിലേക്കൊക്കെ തന്നെ ഇത്തരത്തിൽ പുക ഉയരുന്നുണ്ട്. അവിടെ ഇപ്പോൾ വലിയ തീപിടുത്തം ഈ ഗോഡൌണിനുള്ളിലുണ്ട്. ഫയർഫോഴ്സ് എത്തിയപ്പോൾ തന്നെ വലിയ പൊട്ടിത്തെറികൾ അടക്കം അവിടെ അനുഭവപ്പെടുന്നുമുണ്ട്. ഉള്ളിൽ ഈ ആക്രി സാധനങ്ങൾ കൂട്ടിയിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഏതൊക്കെ സാധനങ്ങളാണ് പൊട്ടിത്തെറിക്കുന്നത് എന്ന കാര്യം വ്യക്തമല്ല. എന്തായാലും വലിയ പൊട്ടിത്തെറി ശബ്ദങ്ങൾ ഈ ഗോഡൌണിനുള്ളിൽ നിന്ന് കേൾക്കുന്നുമുണ്ട്. ഏതായാലും ഫയർഫോഴ്സ് ഇപ്പോൾ തീയണക്കാൻ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഞായറാഴ്ചയാണ്. അതുകൊണ്ട് തന്നെ അവിടെ മറ്റ് ജീവനക്കാരോ മറ്റ് തൊഴിലാളികളോ ഈ സ്ഥാപനത്തിനുള്ളിൽ ഉണ്ടായിരുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും എന്താണ് തീപിടുത്തത്തിന്റെ കാരണം എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഉണ്ടാക്കി കഴിഞ്ഞോ? ഇപ്പോൾ തീ അണയ്ക്കാനുള്ള ശ്രമം നടക്കുന്നു. തീ പടരാതിരിക്കാനുള്ള ഒരു സാഹചര്യമായി കഴിഞ്ഞു. അത്തരത്തിൽ തീ സ്മൃതി, എന്തായാലും ആ സമീപത്തെ കെട്ടിടങ്ങളിലേക്ക് തീ പടരാനുള്ള സാധ്യത ഇല്ല എന്നാണ് ഫയർഫോഴ്സുകാർ പറയുന്നത്. പക്ഷേ വലിയ തോതിലുള്ള തീപിടുത്തമുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ അത്തരത്തിലുള്ള വലിയ പുകയും വലിയ ബുദ്ധിമുട്ടുകളും ആളുകൾക്ക് അനുഭവപ്പെടുന്നുമുണ്ട്. ഏതാണ്ട് അരമണിക്കൂറിലേറെയായി വളരെ ഉയരത്തിൽ അവിടെ ഇത്തരത്തിൽ തീ ഉയരുന്നുണ്ട്, പുക ഉയരുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും പക്ഷേ അവിടെ ഇപ്പോൾ 3 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തി തീയണക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അതിനുശേഷം ഇപ്പോൾ തീയുടെ വ്യാപ്തി കുറഞ്ഞിട്ടുണ്ട് എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. എന്തായാലും ഈ നിരവധി ഫ്ളാറ്റ് സമുച്ചയങ്ങളടക്കം ഉള്ള ഒരു മേഖലയാണ്. മാത്രമല്ല ഞായറാഴ്ച ദിവസമാണ്. അതുകൊണ്ട് തന്നെ ആളുകളൊക്കെ തന്നെ പരമാവധി വീടുകളിലുണ്ട്. ഈ സമയത്താണ് ഇത്തരത്തിൽ അപ്രതീക്ഷിതമായ ഒരു തീപിടുത്തം ഉണ്ടായത്. ഗോഡൌൺ ആണ് ഇത്. ആക്രി സാധനങ്ങൾ കൂട്ടിയിട്ടിരിക്കുന്ന ഒരു ഗോഡൌൺ ആണ്. ഈ വലിയൊരു ഗോഡൌൺ ആണ്. അതുകൊണ്ട് തന്നെ അവിടെ നിരവധി സാധനങ്ങളുണ്ട്. പെട്ടെന്ന് തീപിടിക്കാൻ സാധ്യതയുള്ള നിരവധി സാധനങ്ങളടക്കം ഈ ഗോഡൌണിലുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ചെറിയ ഒരു തീപിടുത്തമാണ് ആയിരുന്നെങ്കിൽ പോലും അത് പിന്നീട് പെട്ടെന്ന് ആളിപ്പടർന്ന് ഗോഡൌണിനുള്ളിലാകെ കത്തിപ്പടർന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഇപ്പോഴും തീ കെടുത്താനുള്ള ശ്രമങ്ങൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പോലീസും സ്ഥലത്തെത്തിയിട്ടുണ്ട്. സമീപത്തെ കെട്ടിടങ്ങളിലും അതോടൊപ്പം തന്നെ ഫ്ളാറ്റുകളിലേക്കും പുക ഉയരുന്നുണ്ട് എന്നും നാട്ടുകാർ പറയുന്നുണ്ട്. സ്മൃതി, ഈ തീപിടുത്തം നടന്ന സ്ഥലത്തേക്ക് ഇപ്പോൾ അർജുൻ എത്തിക്കഴിഞ്ഞോ? അവിടെ നിന്ന് എത്ര സമയത്തിനകം അവിടെ എത്താനാകുമെന്നുള്ളതാണ് ദൃശ്യങ്ങൾ. വലിയ തീപിടുത്തത്തിന്റെ ദൃശ്യം തന്നെയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അർജുൻ, സമീപത്തേക്ക് പടരില്ല എന്ന് പറയുമ്പോൾ ഫ്ളാറ്റുകൾ ഒരുപാടുള്ള പ്രദേശമാണല്ലോ ഈ കാക്കനാട്. അവിടെ നിന്നും എത്ര അകലത്തിലാണ് ഈ ആക്രി ഗോഡൌൺ ഉള്ളത്? ഇപ്പോൾ എത്ര നേരമായി ഈ തീപിടുത്തം തുടങ്ങിയിട്ട് എന്നുള്ളതാണ്. സ്മൃതി, ഏതാണ്ട് 1 മണിക്കൂറോളമായി അവിടെ തീപിടുത്തം ഉണ്ടായിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ ആരും അത്ര കാര്യമായിട്ട് ശ്രദ്ധിച്ചിട്ടില്ല. പിന്നീട് പുക ഉയരുന്ന സാഹചര്യത്തിലാണ് ആളുകളുടെ ശ്രദ്ധ അങ്ങോട്ടേക്ക് പോകുന്നത്. തുടർന്ന് ഉടൻ തന്നെ ഫയർഫോഴ്സിനെ വിവരമറിയിക്കുന്നു. അങ്ങനെയാണ് ഫയർഫോഴ്സും അതോടൊപ്പം തന്നെ പോലീസും സ്ഥലത്ത് എത്തുന്നത്. ഇപ്പോഴും തീ അണക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ആദ്യഘട്ടത്തിലുണ്ടായിരുന്ന അത്ര പുക ഇപ്പോൾ ഉയരുന്നില്ല. തീയുടെ വ്യാപ്തി കുറഞ്ഞിട്ടുണ്ട് എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. പക്ഷെ അപ്പോഴും തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമായോ എന്നത് വ്യക്തമല്ല. തൊട്ടടുത്ത് തന്നെ ഫ്ളാറ്റുകളും നിരവധി വീടുകളും ഒക്കെ തന്നെയുണ്ട്. പക്ഷേ ആ വീടുകളിലേക്കും ഫ്ളാറ്റുകളിലേക്കും ഒന്നും തന്നെ തീ പടരാനുള്ള സാധ്യത ഇല്ല. ഈ ഗോഡൌണിന് ചുറ്റും വലിയ മതിലുണ്ട്. മാത്രവുമല്ല അത്തരത്തിൽ ഈ ഗോഡൌണിനോട് ചേർന്നുള്ള ഭാഗത്ത് ഇത്തരത്തിൽ കാട് പിടിച്ച ചില മേഖലകളുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സമീപത്തെ വീടുകളിലേക്കും മറ്റും തീ പടരാനുള്ള സാധ്യത ഇല്ല. പക്ഷേ അവിടെ വലിയ തോതിൽ തീ ഉയരുന്നുണ്ട്. അത് വലിയ പുകയും ഉയരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രദേശവാസികൾക്കൊക്കെ തന്നെ വലിയ ബുദ്ധിമുട്ടുകളും അനുഭവപ്പെടുന്നുണ്ട്. എന്തായാലും 3 യൂണിറ്റ് ഫയർഫോഴ്സ് ആണ് ഇപ്പോൾ തൃക്കാക്കരയിൽ നിന്ന് മാത്രം ഈ ഭാഗത്തേക്ക് എത്തിയിട്ടുള്ളത്. അവിടെ ഇപ്പോൾ തീയണക്കാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്മൃതി, ഇത്ര വലിയൊരു പൊട്ടിത്തെറിയോടുകൂടി തീ പിടുത്തമുണ്ടാകാനുള്ള സാധ്യത എന്താണ്? അവിടെ ഗ്യാസ് കുറ്റി അടക്കമുള്ള സാധനങ്ങൾ ഉണ്ടായിരുന്നുണ്ടാവുമോ? എന്താണ് അവിടെ ആളുകൾ പറയുന്നതെന്ന് കൂടി അറിയേണ്ടതുണ്ട്. അർജുൻ, ഇപ്പോൾ ഒരു ആക്രിക്കടയാണ്. എല്ലാതരം ചപ്പുചവറുകളും അവിടെ ഉണ്ടാകും. പെട്ടെന്ന് കത്തുപിടിക്കുന്ന സാധനങ്ങളുണ്ടാകും. പക്ഷേ ഒരു തീപിടുത്തത്തിലേക്ക് എങ്ങനെ എത്തി എന്നുള്ള അറിയേണ്ടതുണ്ടല്ലോ. എന്തെങ്കിലും സൂചനകൾ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളുണ്ടോ?
സ്മൃതി, ഈ ഘട്ടത്തിൽ ഏത് സാഹചര്യത്തിലാണ് അവിടെ തീപിടുത്തം ഉണ്ടായത് എന്നത് വ്യക്തമല്ല. എന്തായാലും ആദ്യഘട്ടത്തിൽ ഒരു ചെറിയ തീപിടുത്തം മാത്രമായിരുന്നു. അപ്പോൾ ആരും കാര്യമായി ശ്രദ്ധിച്ചിരുന്നുമില്ല. ഇത് ജനവാസ മേഖലയിൽ തന്നെയുള്ള ഒരു ജനവാസ മേഖലയോട് ചേർന്നുള്ള ഒരു പ്രദേശമാണ്. അതിന് നടുവിലുള്ള ഒരു കോമ്പൗണ്ടിനുള്ളിലാണ് ഇത്തരത്തിൽ ആക്രി സാധനങ്ങൾ സൂക്ഷിക്കുന്ന ഒരു ഗോഡൌൺ പ്രവർത്തിച്ചിരുന്നത്. അവിടെ ആളുകൾ ഉണ്ടായിരുന്നില്ല, ജീവനക്കാരും തൊഴിലാളികളും ഉണ്ടായിരുന്നില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അവിടെ വലിയ തോതിൽ തീപിടുത്തം ഉണ്ടാകുന്നു. ഈ തീപിടുത്തം പിന്നീട് ആക്രി ഗോഡൌൺ ആയതുകൊണ്ട് തന്നെ തീ ആളിപ്പടരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അവിടെയുള്ള മറ്റ് സാധനങ്ങൾക്കുമൊക്കെ തന്നെ തീപിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അത്തരത്തിലാണ് അവിടെ വലിയ തോതിലുള്ള തീപിടുത്തത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്. ഏതായാലും ഇപ്പോഴും തീ ആളിക്കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ വലിയ തോതിൽ പുക ഉയരുന്നുണ്ട്. പ്രദേശവാസികളൊക്കെ തന്നെ ആദ്യഘട്ടത്തിൽ ഉടൻ തന്നെ പോലീസിനെയും ഫയർഫോഴ്സിനെയും വിവരം അറിയിച്ചു. ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ വലിയ ഗതാഗത പ്രശ്നം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഫയർഫോഴ്സ് അടക്കം പെട്ടെന്ന് തന്നെ ഫയർഫോഴ്സ് വാഹനങ്ങൾക്കും മറ്റും അവിടേക്ക് എത്തിച്ചേരാൻ സാധിച്ചിരുന്നു. മാത്രവുമല്ല, ഈ സമീപ വീടുകളിലേക്കൊന്നും തന്നെ തീ പടർന്ന ഒരു സാഹചര്യമില്ല. പക്ഷേ വലിയ തോതിലുള്ള പുകയും മറ്റും തൊട്ടടുത്തുള്ള വീടുകളിലേക്ക് ഉയരുന്ന സാഹചര്യമുണ്ട്. മാത്രവുമല്ല, ഈ തീപിടുത്തം ഉണ്ടായ സ്ഥലത്തിനോട് ചേർന്ന് തന്നെ ചില വീടുകളുണ്ട്. ആ വീടുകളിലേക്ക് തീ എത്തില്ല എങ്കിൽ പോലും വലിയ തോതിലുള്ള ബുദ്ധിമുട്ടുകൾ അവർ അനുഭവിക്കുന്നുണ്ട്. അത്തരത്തിൽ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ് വലിയ തോതിലുള്ള തീപിടുത്തമാണ് ഈ ഗോഡൌണിൽ ഉണ്ടായിരിക്കുന്നത്. ആക്രി സാധനങ്ങൾ കൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. അത് ഏത് തരത്തിലാണ് സൂക്ഷിച്ചിരുന്നത്? അവിടെ ഇത്തരത്തിൽ എക്സ്പ്ലോസീവ് ആവാനുള്ള സാധനങ്ങൾ ഉണ്ടായിരുന്നോ? സ്ഫോടന സാധ്യതയുള്ള സാധനങ്ങൾ അവിടെ സൂക്ഷിച്ചിരുന്നോ? തുടങ്ങിയ കാര്യങ്ങൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ ഈ തീപിടുത്തം ഉയർന്നതിനെ തുടർന്ന്, തീപിടുത്തം വർദ്ധിച്ചതിനെ തുടർന്ന് അതിനുശേഷം നിരവധി തവണ അതിനുള്ളിൽ നിന്ന് ഇത്തരത്തിൽ ശബ്ദങ്ങൾ കേട്ടിരുന്നു. ചില വസ്തുക്കൾ പൊട്ടിത്തെറിക്കുന്ന ശബ്ദങ്ങൾ കേട്ടിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത്. അതിനുള്ളിൽ അത്തരത്തിൽ പൊട്ടിത്തെറിക്കാൻ സാധ്യതയുള്ള ഏതെങ്കിലും വസ്തുക്കൾ ഉണ്ടായിരുന്നോ? ഗ്യാസ് സിലിണ്ടർ അടക്കം ഉണ്ടായിരുന്നോ എന്ന കാര്യം വ്യക്തമല്ല. എന്തായാലും ഫയർഫോഴ്സ് ഇപ്പോൾ തീയണക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഷോർട്ട് സർക്യൂട്ട് ആണോ അല്ലെങ്കിൽ എന്തൊക്കെയാണ് കത്തുന്നത് എന്നറിയില്ലല്ലോ അർജുൻ. ഇപ്പോൾ ആക്രി കടയായതുകൊണ്ട് തന്നെ പല സാധനങ്ങൾ കൂട്ടിയിട്ടിരിക്കുന്നപ്പോൾ ഇത് വരുന്ന പുക സ്വാഭാവികമായും പ്രദേശത്തൊരു അസ്വസ്ഥത ഉണ്ടാക്കാൻ ഇടയുണ്ട്. തൊട്ടടുത്ത് ഒരുപാട് ഫ്ളാറ്റ് സമുച്ചയങ്ങളുണ്ട് എന്ന് തന്നെയാണ് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. തീ കത്തിപ്പടർന്നുകൊണ്ടുള്ള ഒരു ഭയപ്പെടുന്ന സാഹചര്യമില്ല. അതേസമയം ഈ പുക അസ്വസ്ഥതയുണ്ടാക്കുമല്ലോ. പുക പെട്ടെന്ന് കൺട്രോൾ ചെയ്യാനുള്ള ശ്രമങ്ങളും നടത്തേണ്ടതുണ്ട്. അപ്പോൾ എന്താണ് മനസ്സിലാക്കാനാവുന്നത്? എന്താണ് പൊട്ടിത്തെറിച്ചത് എന്നീ ഘട്ടത്തിൽ അറിയുന്നുണ്ടോ? കാക്കനാട് ഒരു ഗോഡൌണിലുണ്ടായ പൊട്ടിത്തെറിയാണ്. ആക്രി കടയിലാണ് പൊട്ടിത്തെറി ഉണ്ടായത്. സമീപത്ത് ഒരുപാട് ഫ്ളാറ്റ് സമുച്ചയങ്ങളുണ്ട്. 3 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തി അവിടെ തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ വലിയ രീതിയിൽ പുരോഗമിക്കുന്നു. ഇപ്പോൾ പുക മാത്രമായി മാറിയിട്ടുണ്ട്. പക്ഷെ ആ പുക അന്തരീക്ഷത്തിൽ എത്ര നേരം നിലനിൽക്കുമെന്നുള്ളതാണ് പ്രശ്നം. ചുറ്റുപാടും ഫ്ളാറ്റ് സമുച്ചയങ്ങളുണ്ട്. അവിടെയൊക്കെ പുക നിലനിൽക്കുകയാണെങ്കിൽ വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാകാനുള്ള സാഹചര്യമുണ്ട്. അതിലേക്കാണ് കൂടുതൽ വിവരങ്ങൾ ലഭിക്കേണ്ടത്. ഇപ്പോൾ തീ ഏതാണ്ട് അണയ്ക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. തീ പടരാതിരിക്കാനുള്ള രീതിയിൽ ഫയർഫോഴ്സ് പ്രവർത്തനം വളരെ വേഗത്തിൽ തന്നെ നടന്നു എന്നതാണ് മനസ്സിലാക്കുന്നത്. കാക്കനാട് ആക്രി ഗോഡൌണിൽ ഇന്ന് ഞായറാഴ്ചയായതുകൊണ്ടും അവിടെ വേറെ ജീവനക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് വലിയ ദുരന്തം ഒഴിവായി എന്നുള്ളതാണ്. 3 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയിട്ടാണ് തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നത്.